ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ പലവർക്കുമുള്ള ഒരു പ്രശ്നമാണ്, നമുക്ക് എത്ര പൈസ കയ്യിൽ കിട്ടിയാലും അത് അനാവശ്യമായി ചിലവാക്കുക. നമ്മളറിയാതെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ആ പൈസ ചിലവായി പോകുക. ഒരു 10,000 സാലറി കിട്ടിക്കഴിഞ്ഞാൽ 20,000 രൂപ അതെങ്ങനെയാണെന്ന് അറിയില്ല, ഇരട്ടി ചിലവ് വരിക. പക്ഷെ നമ്മൾ എത്രയൊക്കെ നമ്മൾ കയ്യിൽ മുറുക്കി പിടിച്ച് മാറ്റി വെച്ചാലും അത് കയ്യിൽ നിൽക്കുന്നില്ല. ചിലവർ പറയും, അയ്യോ അത് ഓട്ട കൈയാണ്, അതുകൊണ്ടാണ് നിന്റെ പൈസ കയ്യിൽ നിൽക്കാത്തത്, അല്ലെങ്കിൽ നീ ചിലവാക്കുന്നവിടെ ഒരു കൺട്രോൾ ഇല്ലാത്തത് കൊണ്ടാണ്, അങ്ങനെയെല്ലാം പറയും. പക്ഷെ അതല്ല കാര്യം. സത്യത്തിൽ നമ്മുടെ പൈസ കയ്യിൽ നിൽക്കാത്തതിന് ഒരു 3 റീസൺ ഉണ്ട്. പക്ഷെ അത് ആരും ശ്രദ്ധിക്കില്ല. പൈസ ഫുള്ളായി ചിലവാക്കുന്ന, കയ്യിൽ നിൽക്കാതെ പണിക്ക് ഡെയിലി പോയി കയ്യിലൊന്നും പൈസ ഇല്ലെങ്കിൽ അവൻ കഴിച്ചിട്ടാണ്, കുടിച്ചിട്ടാണ്, അല്ലെങ്കിൽ അത് വാങ്ങിയിട്ടാണ്, ലോട്ടറി എടുത്തിട്ടാണ്, അങ്ങനെയൊക്കെ പറയും. പക്ഷെ അവർക്കറിയാം അവരുടെ മനസ്സിലെ സങ്കടം. എത്ര സമ്പാദിച്ചിട്ടാണ് നമ്മുടെ കയ്യിൽ പൈസ നിൽക്കുന്നത്, അതെന്താണ്, പിന്നെ എന്തിനു നമ്മൾ പണിക്ക് പോകണം, ഇങ്ങനെയൊക്കെ ഒരു ചിന്ത വരും. അപ്പം ഞാനിന്ന് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് പറയുന്നത്. പോസിറ്റീവ് മണി മൈൻഡ് സെറ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അത് എന്താണ് വെച്ചാൽ ഡീറ്റെയിൽ ആയി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കണ്ടാലേ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ. സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ പോസിറ്റീവ് മണി മൈൻഡ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൈസ നിൽക്കാനുള്ള എളുപ്പ വഴികൾ, പോസിറ്റീവ് മൈൻഡിനെ കുറിച്ചാണ്, പോസിറ്റീവ് ചിന്തകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഒരു കമ്പനിയിൽ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പം നമുക്കൊരു 10,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ സാലറി കിട്ടുന്നുണ്ട്. പക്ഷെ ആ ഒരു സാലറി കിട്ടുമ്പോഴുള്ള സന്തോഷം നമ്മൾ ആ പൈസ ചെലവാക്കുമ്പോൾ ഉണ്ടാവില്ല. അത് മിക്ക പേർക്കും ഉണ്ടാവില്ല. ഒരാൾക്ക് നല്ല 100-ൽ 99% ആൾക്കാർക്കും ആ ഒരു സന്തോഷം ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു നമ്മൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കോട്ടെ, അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ, അത് നമ്മൾ ഒരിക്കലും പൂർണ്ണ സന്തോഷത്തോടു കൂടി വാങ്ങില്ല. മനസ്സിൽ സന്തോഷം ഉണ്ട് എന്ന് പറഞ്ഞാൽ കൂടി മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വിഷമം, അയ്യോ ഞാൻ ആ ലോണിന് വെച്ച പൈസയായിരുന്നല്ലോ, അല്ലെങ്കിൽ ഞാൻ വേറൊരു കാര്യത്തിന് വെച്ചതാണ്, അയ്യോ ഇത് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യും, കൊടുക്കണ്ടേ, അങ്ങനെയുള്ള ചിന്തകളൊക്കെ ആ സാധനം എന്താണോ പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനാണോ ചെലവാക്കുന്നത് ആ സമയത്ത് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. അത് മിക്ക സ്ത്രീകളുടെയും ഒരു ഒരു മൈൻഡാണ്. അതുപോലെ തന്നെ ആണുങ്ങളുടെയും ചിന്ത, ഈ പൈസ ഇവിടെ ചെലവായി കഴിഞ്ഞ നാളെ ലോണാണ്, എന്ത് ചെയ്യും, അവൾക്ക് എങ്ങനെ കൊടുക്കും, അങ്ങനെയുള്ള ചിന്തകളൊക്കെ വരും. അപ്പൊ ആദ്യം നമ്മൾ മാറ്റേണ്ടത് നമ്മുടെ ആ നെഗറ്റീവ് മൈൻഡിനെയാണ് നമ്മളുടെ മനസ്സിൽ നിന്ന് ഇല്ലാണ്ടാക്കി കളയേണ്ടത്, മൈൻഡിൽ നിന്ന് ഇല്ലാണ്ടാക്കി കളയേണ്ടത്. കാരണം നെഗറ്റീവ് മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റില്ല, കഴിയില്ല. അപ്പം ആ പോസിറ്റീവ് ചിന്ത, നമ്മൾ ഒരു 10 രൂപ ചെലവാക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ തന്നെ ചെലവാക്കും, പൂർണ്ണ സന്തോഷത്തോടു കൂടി നമ്മൾ ഒരു സാധനം വാങ്ങായിക്കോട്ടെ. അപ്പം നമുക്കത് ആ ഒരു സന്തോഷം വേണം. നമുക്ക് ഇതിൽ കൂടുതൽ ലഭിക്കാനുണ്ട്, നമുക്കത് കിട്ടുന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ, ആ ഒരു വിശ്വാസത്തോടെ തന്നെ നമ്മൾ ചെലവാക്കുക. അയ്യോ ഈ പൈസ തീർന്നു പോകുള്ളൂ, ഇനി എന്ത് ചെയ്യും ഞാൻ, അങ്ങനെയുള്ള യാതൊരു വേവലാതിയോ സങ്കടമോ ഒരിക്കലും നമ്മൾ ഒരു 10 രൂപ ചെലവാക്കുമ്പോൾ അവിടെ പാടില്ല. അങ്ങനെ ഒരു മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു തോൽവി പോലെയാണ്, നെഗറ്റീവ് ചിന്തയാണ് വരുന്നത്. അപ്പം നമ്മൾ ഒരിക്കലും ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ ചെലവാക്കുമ്പോൾ സന്തോഷത്തോടു കൂടിയും സമൃദ്ധിയോടു കൂടിയും മാത്രമേ നമ്മൾ ചെലവാക്കുക. കാരണം ഇതിൽ വലുത് നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെലവാക്കേണ്ട പൈസയാണ്. അപ്പം അതിൽ കൂടുതൽ നമുക്ക് കിട്ടുന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടെ തന്നെ നമ്മൾ ചെലവാക്കുക, സന്തോഷത്തോടു കൂടി. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്ക പേർക്കുള്ള ഒരു പ്രശ്നമാണ് കേട്ടോ, നമ്മൾ പൈസ വെക്കുന്നവിടെ, അത് അൽമാറി ആയിക്കോട്ടെ, ബാഗ് ആയിക്കോട്ടെ, പേഴ്സ് ആയിക്കോട്ടെ, അവിടെ വൃത്തിയോടുകൂടി വെക്കില്ല. ഇപ്പൊ പേഴ്സിലാണെങ്കിൽ പല ബില്ലുകളും പേപ്പറുകളും ഉണ്ടാവും, അതിൽ ചുറ്റിക്കൂട്ടിയിട്ട് നമ്മൾ ബില്ലുകൾ വെച്ചിട്ടുണ്ടാവും, അതിൻ്റെ ഇടയിലായിരിക്കും പൈസ വെക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ
അൽമാറി വെക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കുക. പെണ്ണുങ്ങൾ എന്താ പറയുക, നമ്മൾ ഡ്രസ്സിൻ്റെ അടിയിൽ വെക്കും, അതേപോലെ പേപ്പറിൻ്റെ അടിയിൽ വേഗം കൊണ്ട് പൈസ കിട്ടിയ വലിപ്പിൽ അൽമാറയിൽ വെക്കും. പക്ഷെ ആ പൈസ വെക്കുന്ന സ്ഥലം അതെപ്പോഴും ക്ലീനായി വൃത്തിയുള്ള സ്ഥലത്ത്, നമ്മൾ സൂക്ഷ്മയോടുകൂടെ വൃത്തിയുള്ള സ്ഥലത്ത് ബഹുമാനത്തോടുകൂടെ തന്നെ പൈസ വെക്കുക. പൈസയെ നമ്മൾ ബഹുമാനിച്ചാലാണ് പൈസ നമ്മളെയും തിരിച്ച് എന്താ പറയുക ബഹുമാനിക്കും, നമ്മുടെ കയ്യിൽ നിൽക്കുകയുള്ളൂ. അപ്പം നമ്മൾ എപ്പോഴും വൃത്തിയോടുകൂടെ തന്നെ നമ്മൾ ആ പൈസ എന്താ പറയുക അനാവശ്യമായി എന്താ പറയുക വലിപ്പിലോ പേപ്പറിലോ ചുറ്റിക്കുട്ടിയോ ഇടാതെ ഇരിക്കുക. പിന്നെ അടുത്തത് മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ ദിവസവും നമ്മൾ ചെയ്യണം. അതാണ് ഏറ്റവും നമുക്ക് ശക്തിയും പോസിറ്റീവ് ചിന്തയും തരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഉറങ്ങുമ്പോൾ ശാന്തതയോടുകൂടി തന്നെ ഉറങ്ങുമ്പോൾ നമ്മൾ എന്താ പറയുക യൂണിവേഴ്സിനോട്, അതായത് പ്രപഞ്ചത്തിനോട് നമുക്ക് നന്ദി പറയാം, പ്രാർത്ഥിക്കാം. താങ്ക് യു യൂണിവേഴ്സ്, എനിക്ക് അനാവശ്യമായ ചെലവുകൾ ഇല്ലാതാക്കി തന്നതിന് താങ്ക് യു യൂണിവേഴ്സ്, എനിക്ക് അനാവശ്യമായ ചെലവ് ഇല്ലാതാക്കി തന്നത് എന്ന് 3 പ്രാവശ്യം നമുക്ക് പ്രപഞ്ചത്തോട് നന്ദി പറയാം. അങ്ങനെ ഡെയിലി നമ്മൾ കണ്ടിന്യൂസ് ആയി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ദിവസം എന്നൊന്നുമില്ല, ഡെയിലി നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ ഇങ്ങനെ പറയാം, താങ്ക് യു യൂണിവേഴ്സ്, എനിക്ക് അനാവശ്യമായ ചെലവ് ഇല്ലാതാക്കി തന്നതിനെന്ന് പറയാം 3 പ്രാവശ്യം. ഈ 3 സ്റ്റെപ്പുകൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരും. അത് ഉറപ്പാണ്. പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് അനാവശ്യ എന്താ പറയുക ചെലവുകളോ ഇല്ലാതാക്കി തരും. അതുപോലെ തന്നെ പൈസ കയ്യിൽ തന്നെ നിൽക്കും. നമ്മൾ സന്തോഷത്തോടു കൂടി തന്നെ, ഞാൻ ആദ്യം പറഞ്ഞത് മറക്കരുത്, സന്തോഷത്തോടു കൂടി തന്നെ ചെലവാക്കണം. ഒരു വിഷമത്തോടെ നമ്മൾ ഒരിക്കലും സമൃദ്ധി ഇല്ലാതെ ചെലവാക്കാൻ പാടില്ല. അപ്പം ഈ 3 സ്റ്റെപ്പുകൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കും. പൈസ നിങ്ങളുടെ കയ്യിൽ നിൽക്കില്ല എന്നൊരു പരാതി പിന്നെ വരില്ല, അത് ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയറും കമൻറ്റും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ഹൈപ്പ് ചെയ്യുകയും കൂടി വേണം. ഇനി അടുത്തൊരു വീഡിയോ കാണും വരെ ബായ്.